നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഗ്രാമത്തിലാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് നരേന്ദ്രമോദിജി ചായ വിറ്റിരുന്ന വട്നഗർ റെയിൽവേ സ്റ്റേഷനിലാണ്. വട്നഗർ റെയിൽവേ സ്റ്റേഷൻ ഇന്ത്യ ഫുള്ളും ഫേമസ് ആയ അല്ലെങ്കിൽ വേൾഡ് ലെവലിൽ ഫേമസ് ആയ ഒരു സ്ഥലമാണ്. കാരണം ചെറിയൊരു ഗ്രാമം അദ്ദേഹത്തിന്റെ പേര് കൊണ്ട് ഇത്രയും ഫേമസ് ആയി മാറിയിരിക്കാം. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ ചായക്കടയും അതിന്റെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് നമുക്ക് നേരെ അകത്ത് പോയി കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ നരേന്ദ്രമോദിജിയുടെ ടീ ഷോപ്പ്. നിങ്ങൾ എല്ലാവരും പ്രതീക്ഷ കൊണ്ടിട്ടുണ്ട് കാണാൻ ആഗ്രഹിച്ചിരുന്ന നരേന്ദ്രമോദിജി നടത്തിയിരുന്ന ചായക്കട. ഇതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെറിയൊരു തകരക്കടയാണ്. പക്ഷേ എന്നാലും ഇവിടെ നിൽക്കുമ്പോൾ അതിന്റെ മുഖത്ത് ഒരുപാട് അറിയുന്നത് ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആളുടെ ചായക്കടയാണ് ഈ കട എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ നിൽക്കുമ്പോൾ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. നമ്മൾ ഈ വീടിന് മുമ്പിൽ കാണുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ മോദിജിയുടെ അച്ഛൻ്റെ അനിയൻ്റെ മകനാണ്. അതായത് ദാമോദർ ദാസ് മോദിജിയുടെ അനിയൻ്റെ മകൻ. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിന് ഒരു നമസ്കാരം കൊടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പോൾ നമുക്ക് വലിയൊരു ഭാഗ്യമാണ് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത്. അങ്ങനെ നമുക്ക് വീട്ടിൽ നിന്ന് കുറച്ച് വെള്ളം തന്നിട്ടുണ്ട് അവര്. അവിടെ അദ്ദേഹത്തിന്റെ പത്നിയാണ് രഞ്ജൻ ബെൻ മോദി. അത് അമ്മയുടെ പേര് രഞ്ജൻ ബെൻ മോദി എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് നമ്മൾ ഒരു തവണ പറഞ്ഞിരുന്നു. ഇത് രഞ്ജൻ ബെൻ മോദി ജി അരവിന്ദ് ഭായ് മോഡി രഞ്ജൻ ബെൻ മോദി രണ്ടുപേരുടെ വീട്ടിൽ നമ്മൾ വന്നു. വെള്ളം നമുക്ക് തന്നിട്ട് വെള്ളം കുടിക്കുന്നു. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ജീവിതം ഇവിടെ ജീവിക്കുന്നു എന്ന് കാണാൻ കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇവിടെ നിന്ന് വാങ്ങിച്ച് കുടിക്കാൻ തന്നെ ഒരു പെരുമ തോന്നുന്നു. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇത്രയും റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ വരികയും അവിടെ ഷൂട്ട് ചെയ്യും ഇതുപോലെ വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ വീട്ടിനകത്തോട്ട് അവർ വിളിച്ചു. വെള്ളം തന്നു ആദ്യം തന്നെ. അത് ഇവിടുത്തെ സംസ്കാരമാണ്. അദ്ദേഹം വെള്ളം തന്നിട്ട് വീട്ടിനകത്തോട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കുകയാണ്. छोकरों पर हाथ रखवराया हमारा इन्हीं बहू पर रखवराया भाई पर हाथ रखवराया कई आशीर्वाद तमें आपो जबरा फोटा पाड्या हो जबरा फोटा पाड्या क्या बोलता है जी ये दूसरे लोग घूमने आए तो वहाँ पे आशीर्वाद दिया था ओ व्यापी भी आया था व्यापी नाना छोकरो बंगेराजो बंदे നമ്മൾ അവര് പറയുന്നുണ്ട് ഗുജറാത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇവരെ കാണാനായിട്ട് വരാറുണ്ട് ഇവിടെ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇവരാണ് ബാക്കിയുള്ള സഹോദരന്മാരുണ്ടെങ്കിലും അവരാണ് ഈ കുടുംബ വീടിനോട് ചേർന്ന് താമസിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെ ഉള്ളതായിട്ടുള്ള. നമ്മൾ ഇവിടെ ഇവരെ കാണാനായിട്ട് ഒരുപാട് പേര് ആൾക്കാർ വരുന്നുണ്ടെന്നും അത് അനുഗ്രഹം വാങ്ങാനും ഒക്കെ ആയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്നാണ് ഇപ്പം അമ്മ. ഈ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ഇന്ന് നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇത്ര പദങ്ങളിലെത്തി. ഇതുപോലത്തെ ഒരു ചെറിയ സ്ട്രീറ്റിൽ വളരെ ലളിതമായിട്ടുള്ള ജീവിതമാണ് ആളുകൾ എല്ലാവരും തന്നെ. ഇദ്ദേഹം ജനിച്ച വീട്. അവസാനമായിട്ട് മോദി ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ എന്ന് ചോദിച്ചു. മോദിജി ഇങ്ങോട്ട് വരാറുണ്ടെങ്കിലും ഗാന്ധി നഗറിലെ അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാനായിട്ട് വരും. ബാക്കിയുള്ള സമയം അദ്ദേഹം ദേശത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. ഒരുപാട് കാലങ്ങളായി ഇത്രയും ക്ലോസ്ഡ് ആയിട്ട് റിലേറ്റീവ്സ് സഹോദരങ്ങളുടെ വീട്ടിലൊന്നും വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല.